KTU 2019 സ്കീം CS S3 ഊപ്സ് മൊഡ്യൂൾ 3യുടെ തിയറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ആക്സസ് പ്രൊട്ടക്ഷൻ. ആക്സസ് പ്രൊട്ടക്ഷൻസ് 4 ടൈപ്പാണുള്ളത്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡീഫോൾട്ട്. ഇനി ഇത് ഓരോന്നും ആർക്കൊക്കെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ടേബിളിലുണ്ടോ, സെയിം ക്ലാസ് ആണെങ്കിൽ പ്രൈവറ്റ്, ഡീഫോൾട്ട്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം പാക്കേജിൽ വരുന്ന സബ് ക്ലാസ്സസ് ആണെങ്കിൽ പ്രൈവറ്റിന് ആക്സസിബിൾ ആയിരിക്കില്ല, ഡീഫോൾട്ടും പ്രൊട്ടക്റ്റഡും പബ്ലിക് എന്തായിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സെയിം പാക്കേജിൽ തന്നെ നോൺ സബ് ക്ലാസ്സസ് വരികയാണെങ്കിൽ അവർക്കും പ്രൈവറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബാക്കി 3 ആക്സസിബിൾ ആയിരിക്കും. ഇനി ഡിഫറെൻറ്റ് പാക്കേജിൽ വരുന്ന സബ് ക്ലാസ്സസ് ആണെങ്കിൽ പ്രൈവറ്റും ഡീഫോൾട്ടും നോട്ട് ആക്സസിബിളും ബാക്കി 2 ആക്സസിബിൾ ആയിരിക്കും. ഈ ഡിഫറെൻറ്റ് പാക്കേജിൽ വരുന്ന നോൺ സബ് ക്ലാസ്സസ് ആണെങ്കിൽ ഈ 4 ആക്സസിബിൾ ആയിരിക്കില്ല. ഇതാണ് ആക്സസ് പ്രൊട്ടക്ഷൻ. അടുത്ത ടോപ്പിക്കാണ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് ഇല്ലാത്ത മെത്തേഡ്സിൻ്റെ കളക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർഫേസ്. അതായത് നമ്മളൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ ബോഡി പാർട്ട് എന്ന് പറയുന്നത് എംപ്റ്റി ആയിരിക്കും. പിന്നെ ഏത് ക്ലാസ് ആണോ ഈ മെത്തേഡിനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബോഡി പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി, ഇൻ്റർഫേസിൻ്റെ പേരിട്ട് കൊടുക്കാം. അതിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെത്തേഡ് നെയിം എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ആണ്. ആ 2 ഫങ്ഷൻസിൻ്റെയും ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. അതിനെന്തുണ്ടായിരിക്കില്ല, ബോഡി പാർട്ട് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യില്ല. പകരം ആ ഇൻ്റർഫേസിന് ഏത് ക്ലാസ് ആണോ യൂസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അതിൻ്റെ ബോഡി പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ ഇൻ്റർഫേസ് ഡ്രോവബിൾ എന്ന് കൊടുത്തു. അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വോയിഡ് ഡ്രോ എന്ന് പറയുന്നത്. ആ ഡ്രോ എന്ന് പറയുന്ന മെത്തേഡിന് അവിടെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ബോഡി പാർട്ടില്ല. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഇൻ്റർഫേസിനെ യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ക്ലാസ് റെക്റ്റാങ്കിൾ ഇംപ്ലിമെൻറ്റ്സ് ഡ്രോവബിൾ എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതായത് ആ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ്സാണ് റെക്റ്റാങ്കിൾ. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ പബ്ലിക് വോയിഡ് ഡ്രോ, ആ ഡ്രോ എന്ന് പറയുന്ന മെത്തേഡിന് ബോഡി പാർട്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ് സർക്കിളിൽ യൂസ് ചെയ്യുകയാണെങ്കിലും വോയിഡ് ഡ്രോ എന്ന് പറയുന്ന മെത്തേഡിന് നമ്മളൊരു ബോഡി പാർട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ മെത്തേഡുകളെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ബോഡി പാർട്ട് എംപ്റ്റിയും അത് ഏത് ക്ലാസ്സാണോ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അതിൻ്റെ ബോഡി പാർട്ട് ഡിഫൈൻ ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അബ്സ്ട്രാക്ഷനും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനും വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസിക്സ്. അതായത് ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസിക്സ്. അപ്പോൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് ബഫേർഡ് റീഡർ ക്ലാസ് ആൻഡ് സ്കാനർ ക്ലാസ്. അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. ഈ 2 മെത്തേഡ്സാണ് നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്തപ്പോൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ കീബോർഡിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് സിസ്റ്റം ഡോട്ട് ഔട്ടും അതുപോലെ തന്നെ പ്രിൻ്റ് റൈറ്റർ ക്ലാസ്. ഇതിൽ സിസ്റ്റം ഡോട്ട് ഔട്ടിൽ തന്നെ 3 മെത്തേഡ് ഉണ്ട്: പ്രിൻ്റ്, പ്രിൻ്റ് ആൻഡ് റൈറ്റ്. പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ആ കേഴ്സർ അവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. അതിനാണ് നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രിൻ്റ് ആണെങ്കിൽ മീൻസ് ന്യൂ ലൈൻ അല്ലേ, അപ്പോൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷം കേഴ്സർ എന്തായിരിക്കും, നെക്സ്റ്റ് ലൈനിലായിരിക്കും നിൽക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ആളാണ് റൈറ്റ്. അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത ആളാണ് പ്രിൻ്റ് റൈറ്റ് ക്ലാസ്. ഇതിൻ്റെ സിൻടാക്സ് ആണ് താഴെ എഴുതിയിട്ടുള്ളത് കേട്ടോ.